ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 1 ഇംഗ്ലീഷിൻ്റെ മൃദംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ യൂണിറ്റ് 1ൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഗ്രീറ്റിംഗ്സ് എന്നാണ്, അഭിവാദനങ്ങൾ. നോക്കിയേ, ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയെങ്കിലും കാണുമ്പോൾ വിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് പലതരത്തിലുള്ള ഗ്രീറ്റിംഗ്സിനെ കുറിച്ച് പറയാം. വെൻ ഐ മീറ്റ് സമ്മൺ ഐ സേ നമസ്തേ. നോക്കി, ഈ കുട്ടി പറയുന്നത്, കുട്ടി കണ്ടു, 2 കൈയും കൂപ്പിയിട്ട് നമസ്തേ എന്ന് പറയുന്നു. എന്താ അവൾ പറയുന്നത്? വെൻ ഐ മീറ്റ് സമ്മൺ, ഞാൻ എപ്പോഴെങ്കിലും, മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, സമ്മൺ ആരെയെങ്കിലും, ഞാൻ ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? നമസ്തേ. അപ്പോൾ അടുത്ത കുട്ടി നോക്കി, അടുത്ത 2 കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. അവർ പറയുന്നത് എന്താ നോക്കി? വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ദ മോർണിംഗ് ഐ സേ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ആരെയെങ്കിലും കാണുവാണെങ്കിൽ എന്താ പറയുക? ഗുഡ് മോർണിംഗ്. ശരിയല്ലേ? നമ്മൾ രാവിലെ മിസ്സിനെ കാണുമ്പോൾ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് അല്ലേ? വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ആഫ്റ്റർനൂൺ ഐ സേ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ആഫ്റ്റർനൂൺ, അതായത് 12 മണിക്ക് ശേഷം ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് വിഷ് ചെയ്യുന്നത്. വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ദ ഈവനിങ്, ഞാൻ വൈകിട്ട് ആരെങ്കിലും കണ്ടാലോ? ഐ സേ ഗുഡ് ഈവനിങ്. ഞാൻ വൈകിട്ട് ആരെങ്കിലും കണ്ടാൽ ഞാൻ എന്താ പറയുന്നത്? ഗുഡ് ഈവനിങ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് പോരുമ്പോൾ മിസ്സിനോട് എന്താ പറയുന്നത്? ഗുഡ് ഈവനിങ് അല്ലേ? വെൻ ഐ ഗോ ടു ബെഡ് ഐ സേ ഗുഡ് നൈറ്റ്. ഞാൻ ബെഡിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ മമ്മിയോട് എന്ത് പറയും? ഗുഡ് നൈറ്റ് അല്ലേ? അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ മോർണിംഗിൽ ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, ആഫ്റ്റർനൂൺ കാണുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നു, ഈവനിങ്ങിലാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ഇനി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ എന്താ പറയുന്നത്? ഗുഡ് നൈറ്റ്. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, അത് മാച്ച് ചെയ്യാനാണേ. എന്തൊക്കെയാണ് പിക്ചേഴ്സ് എന്ന് ഞാൻ പറയാം. ഐ കോം മൈ ഹെയർ, എൻ്റെ മുടി ചീവുന്നു, ഞാൻ മുടി ചീവുന്നു. ഐ സീ മൈ ടീച്ചർ, ഞാൻ എൻ്റെ ടീച്ചറിനെ കാണുന്നു. ഐ ഈറ്റ് മൈ ഫുഡ്, ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്നു. ഐ ഹിയർ ദ ബെൽ റിങ്, ബെല്ലടിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഐ വോക്ക് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് നടന്നു പോവുകയാണ്. ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ എന്ത് ചെയ്യുകയാണ്? ഫുട്ബോൾ കളിക്കുകയാണ്. നോക്കിയ പിക്ചർ ഇങ്ങനെ നമ്മൾ മാച്ച് ചെയ്യുക. കോം മൈ ഹെയർ, എൻ്റെ മുടി ചീവുന്നുണ്ടോ? ഞാൻ എൻ്റെ ടീച്ചറിനെ കാണുന്നു. പിന്നെന്താണ് അടുത്ത്? ഐ ഈറ്റ് മൈ ഫുഡ്, ഞാൻ എൻ്റെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹിയർ ദ ബെൽ റിങ്, ബെൽ അടിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അടുത്തതോ? ഐ വാക്ക് ടു സ്കൂൾ, ഐ പ്ലേ ഫുട്ബോൾ. അപ്പോൾ അതെല്ലാം കൃത്യമായി നിങ്ങൾ മാച്ച് ചെയ്യുക കേട്ടോ. നോക്കിയേ, റൈറ്റ് ദീസ് ലെറ്റേഴ്സ്, സിംഗ് ദ ABC സോങ് again. നമ്മളൊരു ABC സോങ് ഫസ്റ്റ് ലെസണിൽ പഠിച്ചതല്ലേ? അതിനകത്ത് നമ്മൾ ജിക്ക് തൊട്ട് മുന്നുള്ള അക്ഷരം വരെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ABCDEF. ഇനി നമ്മൾ G മുതലാണ് പഠിക്കുന്നത്. നമ്മൾ ബിഗ് ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും എഴുതുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് പറഞ്ഞതാണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എപ്പോഴും ആദ്യത്തെ 3 ലൈൻ ചേർത്താണ് എഴുതുന്നത്. G. അതിൻ്റെ സ്മോൾ ലെറ്റർ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ആ നടുക്കത്തെ ലൈനിലാണ് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് താഴെ ഏറ്റവും 4th ലൈനിലേക്ക് വരുന്നത്. H അതുപോലെ എഴുതുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ H 3 ലൈനിലായിട്ട് എഴുതണം. സ്മോൾ H എഴുതുന്നുണ്ടേ ഇങ്ങനെ ഒരു വര, അത് 3 ലൈനിലാണ്. പക്ഷേ ഈ റാ പോലെയുള്ള ഭാഗം എന്താണ്? ആ 2 ലൈനിൽ തന്നെ നിൽക്കണം, നടുക്കത്തെ 2 ലൈനിൽ. പിന്നെ അടുത്ത എന്താ? ഐ ക്യാപിറ്റൽ ഐ അല്ലേ? ബിഗ് ഐ എന്ന് പറയുന്നത് ഈ 3 ലൈനിൽ നിൽക്കുക. സ്മോൾ ഐ 2 ലൈൻ നിൽക്കുക, മുകളിലൊരു കുത്തിടുക. ജെ ചെയ്യുന്നത് എങ്ങനെയാണ്? ജെ ക്യാപിറ്റൽ ജെ, സ്മോൾ ലെറ്റർ ജെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, താഴത്തെ 3 ലൈനിലാണ് അത് മുട്ടേണ്ടത്. അതായത് ഈ 3 ലൈനിൽ ഇത് ഈ 3 ലൈനിലാണ് സ്മോൾ ജെ മുട്ടേണ്ടത്. അതിന് മുകളിലൊരു
കുത്തും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി കെ എഴുതുമ്പോഴും അതുപോലെ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ക്യാപിറ്റൽ കെ എഴുതുമ്പോൾ പിന്നെ 3 ലൈൻ മുട്ടുക. പിന്നെ ആ 2 വര തീർച്ചയായിട്ടും ആ ഏറ്റവും മുകളിലത്തെ ലൈനിലും ഏറ്റവും താഴത്തെ ലൈനിലും മുട്ടണം. മനസ്സിലായോ? പക്ഷേ നമ്മൾ സ്മോൾ ലെറ്റർ കെ എഴുതുമ്പോൾ ആ നടുക്കത്തെ 2 ലൈനിൽ മാത്രമാണ് ആ വരകൾ മുട്ടേണ്ടത്. അതങ്ങനെ തന്നെ പഠിക്കുക. ദെൻ എൽ ക്യാപിറ്റൽ എൽ ഇങ്ങനെ, സ്മോൾ എൽ ഇങ്ങനെ. ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് എൽ എന്ന് നമ്മൾ പറയും. അടുത്ത ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. അടുത്ത ലെറ്റേഴ്സ് MNOP. എം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ 3 വര എം, സ്മോൾ ലെറ്റർ എം എഴുതുമ്പോൾ ഇങ്ങനെ. ദെൻ എൻ, സ്മോൾ ലെറ്റർ എൻ. ദെൻ ക്യാപിറ്റൽ ഒ, സ്മോൾ ലെറ്റർ ഒ. ക്യാപിറ്റൽ പി, സ്മോൾ ലെറ്റർ പി. സ്മോൾ ലെറ്റർ പിയും ജെയും നമ്മൾ ജെ എഴുതിയ പോലെ തന്നെയാണ്. അവസാനത്തെ 3 ലൈനിലാണ് പിയും മുട്ടേണ്ടത്, മറക്കരുത്. പിന്നെ ഇവിടെ കുറച്ച് ലെറ്റർ വേർഡ്സ് തന്നിട്ടുണ്ട്. അതായത് ലെറ്റർ സൗണ്ട്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം പറഞ്ഞിട്ട് അതിൻ്റെ സൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിയേ, എഫ് എന്ന ആൽഫബറ്റ് ഉണ്ട്. ഈ എഫ് ചേർത്തുള്ള കുറേ വേർഡ്സാണ് നമുക്ക് തന്നേക്കുന്നത്. ഏതൊക്കെയാണ്? ഫോക്സ്, ഫുഡ്, ഫിഷ്. FOX, ഫോക്സ്. ഫോക്സ് എന്താണ്? കുറുക്കൻ. ഫുഡ് കാല്. ഫിഷ് മീൻ. ഇനി ജി ചേർത്ത വേർഡ്സ് ഏതൊക്കെയാണ്? ഗോഡ്, ഗേറ്റ്, ഗേൾ. ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്. ഗേറ്റ് നമ്മുടെ വീടിൻ്റെയൊക്കെ ഗേറ്റ്. ഗേൾ പെൺകുട്ടി. അടുത്ത എന്താണ്? എച്ച് ചേർത്ത് എന്താണ്? ഹൗസ്, ഹാൻഡ്, ഹട്ട്. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്, ഹാൻഡ് കൈ. ഹട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്, അല്ലെങ്കിൽ നമ്മൾ കുടിലെന്ന് പറയും. ഐ ചേർത്ത് ഏതൊക്കെയാണ് വേർഡ്സ്? അയൺ, ഐസ്, ഇങ്ക് പോട്ട്. അയൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തുണി തേക്കുന്ന സാധനം അല്ലേ? ഐസ് അറിയാമല്ലോ എല്ലാവർക്കും. ദെൻ ഇങ്ക് പോട്ട്. ഇങ്ക് പോട്ട് എന്ന് പറഞ്ഞാൽ മഷി ഒഴിച്ച് വെക്കുന്ന പാത്രത്തിനാണ് നമ്മൾ ഇങ്ക് പോട്ട് എന്ന് പറയുന്നത്, മഷിക്കുപ്പി. ഇനി ജെ ചേർത്തിട്ടുള്ള വേർഡ് എന്താണ്? ജാക്കറ്റ്, ജാക്ക് ഫ്രൂട്ട്, ജഗ്. ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട് അല്ലേ, ഉടുപ്പിന് പുറത്തൂടെ ഇടുന്നത്. ദെൻ ജാക്ക് ഫ്രൂട്ട് ചക്ക. ജഗ് എന്താ? നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജഗ്. സേ ലൗഡ് ഈച്ച് ലെറ്റർ, ദെൻ എൻസർക്കിൾ ദ പിക്ചർ വിച്ച് ബിഗിൻസ് വിത്ത് ദ സെയിം ലെറ്റർ സൗണ്ട്. ഇനി ജി എന്ന് പറയുന്ന അക്ഷരം, ആ അക്ഷരം ചേർത്ത് വരുന്ന വേർഡ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഹൗസ്, ഗേൾ, അയൺ ബോക്സ് അല്ലേ. അപ്പോൾ അതിൽ ഏതാണ് ജി ചേർത്ത് വരുന്നത്? യെസ്, ഗേൾ. അടുത്ത എന്താ? എഫ് ചേർത്ത് വരുന്നത് എന്താണെന്ന് നോക്കാം. എഫ് ചേർത്ത് ഏതാ? ഫ്ലവർ, ഹോഴ്സ്, സ്റ്റാർ. ഇതിനകത്തിൽ എഫ് ചേർത്ത് വന്ന ഏതാണ്? യെസ്, ഫ്ലവർ ആണല്ലേ. അപ്പം അതും റൗണ്ട് ചെയ്യുക. അടുത്ത നോക്കി, നമുക്ക് ജെ എന്ന് പറയുന്ന ലെറ്ററാണ്. ജെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഏത് വേർഡാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ജാക്ക് ഫ്രൂട്ട്, ഹണി ബി, ഹാൻഡ്. ഇതിൽ ജെ വെച്ച് വരുന്ന ഏതാണ്? യെസ്, ജാക്ക് ഫ്രൂട്ട്. അടുത്ത എന്താണ്? എച്ച് ചേർത്ത് ക്യാറ്റ്, കൈറ്റ്, ഹട്ട് അല്ലേ. ഇതിനകത്തിൽ ഏതാണ് എച്ച് ചേർത്ത് വന്നേക്കുന്നത്? യെസ്, ഹട്ട്. അതാണ് നമ്മൾ എൻസർക്കിൾ ചെയ്യേണ്ടത്, അല്ല റൗണ്ട് ചെയ്യേണ്ടത്. നമുക്ക് ചെറിയൊരു പാട്ടുണ്ട്, നമുക്ക് പാടാം. ലെറ്റ് us sing. ഹോപ്പ് എ ലിറ്റിൽ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാംഗ്രൂസ് ഇല്ലേ, അതായത് കങ്കാരുക്കൾ ചാടുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ എടുത്ത് ചാടിപ്പോകുന്നത്, ഇങ്ങനെ എടുത്ത് ചാടി. അപ്പം അങ്ങനെ ചാടിപ്പോകുന്നതിനാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഹോപ്പ് എ ലിറ്റിൽ. നമുക്കൊന്ന് ചാടി കളിക്കാം. അപ്പോൾ ഇതിവിടെ എന്താ കാണുന്നതെന്ന് അറിയാമോ? ഒരു ഹോപ്പ് സ്കോച്ചിൻ്റെ ആണ് കാണുന്നത്. ഹോപ്പ് സ്കോച്ച് നോക്കാം. ഹോപ്പ് എ ലിറ്റിൽ, അല്പം ചാടൂ. ജമ്പ് എ ലിറ്റിൽ, അല്പം ചാടൂ. 1 2 3 1 2 3 എന്ന് പറഞ്ഞ് ചാടും. നമ്മൾ ഹോപ്പ് സ്കോച്ച് കളിക്കുമ്പോൾ അറിയാമല്ലോ, ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്പർ എഴുതിയിട്ട് ഓരോന്നിലും ചാടിയാണ് കളിക്കുന്നത്. സ്റ്റാമ്പ് എ ലിറ്റിൽ. സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ട് ചാടുന്നത്, അതായത് നമ്മൾ കാല് ഗ്രൗണ്ടിലേക്ക് നല്ല ഹെവി ആയിട്ട് അടിക്കുന്നതിനാണ് പറയുന്നത് സ്റ്റാമ്പ്. സ്റ്റാമ്പ് എ ലിറ്റിൽ, സ്കിപ്പ് എ ലിറ്റിൽ, ടാപ്പ് 1. സ്റ്റാമ്പ് എ ലിറ്റിൽ അല്പം
അമർത്തി ചാടുക, ഒരു പൊങ്ങി ചാടുന്ന പറയുന്നത്. ആൻഡ് സ്കിപ്പ് എ ലിറ്റിൽ, അല്പം സ്കിപ്പ് ചെയ്യാം നമുക്ക്. ടാപ്പ് 1 ഒരു മുട്ട് നമ്മൾ മടക്കിയിട്ട് അല്ലേ, ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കും നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ അല്ലേ, കാല് വന്ന് തറയിൽ മുട്ടുമ്പോൾ. ഡാൻസ് എ ലിറ്റിൽ, ട്വിസ്റ്റ് എ ലിറ്റിൽ, ഷേക്ക് യുവർ ഹാൻഡ്. നമുക്ക് അല്പം ഡാൻസ് ചെയ്യാം, ട്വിസ്റ്റ് എ ലിറ്റിൽ അല്പം തിരിയാം, ഷേക്ക് യുവർ ഹാൻഡ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൈ ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്യുന്ന പറഞ്ഞാൽ കുലുക്കുക. അപ്പം ഡാൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കൈയും കാലുമൊക്കെ കുലുക്കും, അതുപോലെ തന്നെ തിരിയുകയൊക്കെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്, ഇങ്ങനെ യാൺ എ ലിറ്റിൽ. യാണെന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കോട്ടോ ഇടുന്നതിനാണ് പറയുന്നത് യാൺ, അല്പം കോട്ടോ ഇടുക. സ്ലീപ്പ് എ ലിറ്റിൽ അല്പം ഉറങ്ങുക. ടു യുവർ ബേർഡ്, നിങ്ങളിങ്ങനെ കോട്ടോ ഇടുന്നത് എന്താണ്, ഉറക്കം വന്നിട്ട് അല്ലേ, ഉറക്കം വന്നിട്ടാണ്, അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങുക. കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്. ഹോ, ജംപ്, സ്റ്റാമ്പ്, സ്കിപ്പ്, ടാപ്പ്, ഡാൻസ്, ട്വിസ്റ്റ്, ഷേക്ക്, യാൺ, സ്ലീപ്പ്. ഇത്രയും വേർഡ്സ് ഉണ്ട്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ കുറേ കുട്ടികൾ ഗെയിംസ് കളിക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ ഗെയിം കളിക്കാതെ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ എത്ര കുട്ടികളുണ്ടാവും നമുക്കൊന്ന് നോക്കാം അല്ലേ, നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 then last 26 27 and last one 28. എത്ര കുട്ടികളുണ്ട്, 28. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ എത്ര കുട്ടികളുണ്ട്, 28 ചിൽഡ്രൻ ഉണ്ട്. ദെയർ ആർ 28 ചിൽഡ്രൻ ഇൻ ദ പിക്ചർ. വാട്ട് ഗെയിം ആർ ദേ പ്ലേയിങ്. അവർ എങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കുന്നത്, രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ പ്ലേയിങ് ഡിഫറെൻറ്റ് ഗെയിംസ് ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക്. അവർ ഒളിച്ച് കളി കളിക്കുന്നുണ്ട്. സ്വിങ്ങിങ് ഓൺ എ സ്വിങ്, ഊഞ്ഞാലയിലാടുന്നുണ്ട്. 7 സ്റ്റോൺസ് കളിക്കുന്നുണ്ട്. ഹോപ്പ് സ്കോച്ച് കളിക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പേപ്പർ ബോട്ട് ഇൻ ദ പോണ്ട്, പോണ്ടിൽ പേപ്പർ ബോട്ട് ഇട്ട് കളിക്കുന്നുണ്ട്. സ്കിപ്പിംഗ് റോപ്പ് ആൻഡ് കാറ്റാപൾട്ടിങ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം കുട്ടികൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇവിടെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യാണ്, പോണ്ടിൽ പേപ്പർ ബോട്ട് ഇട്ട് കളിക്കുന്നുണ്ട്. കാറ്റാപൾട്ടിങ് ഇത് കവണ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. സ്കിപ്പിംഗ് ചെയ്യുന്നുണ്ട്. 7 സ്റ്റോൺസ് കളിക്കുന്നുണ്ട്, സ്റ്റോൺ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് കുട്ടികൾ വായിക്കുന്നുണ്ട്. കുറച്ച് പേര് വെളിയിലേക്ക് നോക്കി എന്തോ കഴിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികളെ. അപ്പം നമുക്ക് നമ്മൾ 2 എണ്ണം നോക്കി. മൂന്നാമത്തേത്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം. നിങ്ങളുടെ ഫേവറേറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്. മൈ ഫേവറേറ്റ് ഗെയിം ഈസ് ക്രിക്കറ്റ്. ക്രിക്കറ്റാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം. സം ചിൽഡ്രൻ ഇൻ ദ പിക്ചർ ആർ നോട്ട് പ്ലേയിങ് ഗെയിംസ്. വാട്ട് ആർ ദേ ഡൂയിങ്. കുറച്ച് കുട്ടികൾ അവിടെ നമ്മൾ കണ്ട പ്രത്യേകിച്ച് കളിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുന്നത്. ദ ചിൽഡ്രൻ ഹു ആർ നോട്ട് പ്ലേയിങ് ഗെയിംസ് ആർ റീഡിങ് ബുക്ക്, പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഡാൻസിങ്, ലുക്കിംഗ് ഔട്ട് ഓഫ് ദ പാർക്ക് ഗേറ്റ് ആൻഡ് ഈറ്റിംഗ്. അവിടെ കളികളൊന്നും കളിക്കാത്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ഗെയിം ഒന്നും കളിക്കാത്ത കുട്ടികൾ. അവരെന്താ ചെയ്യുന്നത്, ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ഗേറ്റിൽ നോക്കിയിട്ട് വെളിയിലോട്ട് നോക്കി ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതി പഠിക്കുക കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നാളെ കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.